അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തേത് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പം നമുക്കിത് കുഴക്കം പരത്തൊന്നും ചെയ്യേണ്ട, ഈസി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുമാണ് നമ്മളിത് ഉണ്ടാക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കറി ഒന്നും തന്നെ വേണ്ട. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കണ്ടുനോക്കാം. കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യാനും മറക്കില്ലേ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട്. 1 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഒന്ന് അരച്ചെടുക്കണം. നല്ല ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് ഒന്ന് അരച്ചെടുത്തതിന് ശേഷം വീണ്ടും 1 കപ്പ് മൈദ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നുകൂടി ഞാനൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ശേഷം 2 കോഴിമുട്ട പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ഒഴിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി അരച്ചെടുക്കുകയാണ്. അപ്പോൾ പഞ്ചസാര ചേർക്കുന്നത് നമ്മുടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കുന്ന സമയത്ത് നല്ലൊരു കളർ ഉണ്ടാവും. അതുപോലെ തന്നെ വാനില എസൻസ് ചേർക്കുന്നത് നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ വാനില എസൻസ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് നമുക്കൊരു മാവ് വേണ്ടത്. അപ്പോൾ ചെറിയ ചൂടായിട്ടുള്ള പാനിലേക്ക് ഞാൻ 1 കയ്യിൽ മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാന് ഏറ്റവും ചെറിയ ചൂടിൽ വേണം നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. നല്ല ചൂടുണ്ടെങ്കിൽ ഇത് ദോശ പോലെയാണ് ആവുക. ഇനിയിപ്പോൾ ഇതാ ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. മേൽഭാഗം ഒന്ന് ആയാൽ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ സൈഡിൽ നിന്നും ഇതുപോലെ വിട്ട് വരുന്ന ആ ഒരു ടൈമിൽ നമുക്ക് ഇതൊന്ന് മറിച്ചിട്ടെടുക്കാം. നല്ല സോഫ്റ്റിലാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചിട്ട് വേണം മറിച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിലും ലോ ഫ്ലെയിമിലും ഇട്ടിട്ട് നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാം. നമ്മൾ മാവ് ഒഴിച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ ഒരു പാനിന് ചെറിയ ചൂട് മാത്രമേ പാടുള്ളൂ. ആ ഒരു സമയത്ത് നമ്മുടെ തീ ഏറ്റവും ലോയിലേക്ക് ഇട്ടെടുത്തിട്ട് ഒഴിച്ചെടുത്താൽ മതി. ഇനിയിപ്പോൾ 2-3 പ്രാവശ്യം നമ്മളിത് തിരിച്ചു മറിച്ചിട്ടെടുത്താൽ നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് മറിച്ചിട്ടെടുക്കാം. ഇപ്പോൾ ഇത് ഈ പാനിൽ നിന്നും ഒന്ന് എടുത്ത് മാറ്റുന്നുണ്ട്. ഇനി ബാക്കി കൂടി ഞാനിതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ മുഴുവനായിട്ട് തന്നെ ഞാൻ ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഭയങ്കര സോഫ്റ്റും നല്ല ടേസ്റ്റുമാണ്. നമുക്ക് കറികളൊന്നും ആവശ്യം തന്നെ ഇല്ല ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ രാവിലെയൊക്കെ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇതുപോലെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവുക. ഓക്കെ, ബൈ.